എല്ലാവർക്കും ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വാരഫലവും ദിവസഫലവും ഒക്കെ ഒന്ന് നോക്കാം. ഇന്ന് ഞായറാണ്. സൂര്യൻ്റെ അധികാരത്തിലുള്ളൊരു ദിവസമാണ്. സൂര്യഹോരയിലാണ് ദിവസം തുടങ്ങുന്നത്. ആദ്യം തന്നെ നമുക്ക് ദിവസഫലം ഒന്ന് നോക്കാം. അതിനുശേഷമാണ് നമ്മൾ വാരഫലം നോക്കുന്നത്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇന്നെല്ലാവരും വിശ്രമിക്കുന്ന ദിവസമാണല്ലോ അല്ലേ? നമ്മളിന്ന് ജോലിയെല്ലാം ചെയ്ത് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് വിശ്രമിക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ ദിവസവും അറിഞ്ഞ് ഈ വാരവും കൂടി അറിയുമ്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടാകും. ആദ്യമായി നമുക്ക് മേടത്തിൻ്റെ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഒരുപാട് പ്രതീക്ഷകൾ സഫലീകരിക്കുന്ന ദിവസമായിരിക്കും. ഇന്നത്തെ മീറ്റിങ്ങുകളെല്ലാം വളരെ നല്ല രീതിയിൽ സമാപിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷകൾ കൈവരുന്ന ദിവസമാണ്. ഇന്ന് അപ്രതീക്ഷിതമായ ചില കടങ്ങൾ വീട്ടാനോ അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ വന്നു ചേരാനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. പുതിയ തൊഴിലിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടാനോ അല്ലെങ്കിൽ അനുകൂലമായ മറുപടി ലഭിക്കുകയൊക്കെ ചെയ്യാനുള്ള ദിവസമാണ്. അവധി ദിവസമാണെങ്കിലും നമുക്കിപ്പോൾ കമ്പ്യൂട്ടറും എല്ലാം ഉണ്ടല്ലോ, മെയിലും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാലിന് മുറിവ്, ചതവ്, ഒടിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും. തലവേദന, തലകറക്കം, ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ആഹാരകാര്യങ്ങളും ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ മൊത്തത്തിൽ വളരെ നല്ല അനുകൂലമായ ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയക്കാർക്ക് ഇന്ന് വളരെ പ്രധാനമായ ചില മീറ്റിങ്ങുകൾ വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് സാധ്യത കാണുന്നു. കാര്യങ്ങൾ എല്ലാം വളരെ മംഗളകരമായി നടക്കുന്നതായിട്ട് കാണുന്നു. അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ആശ്വാസകരമായ ഒരുപാട് വാഗ്ദാനങ്ങളും ഓഫറുകളുമൊക്കെ വന്ന് ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാ മേഖലയിലും പെടുന്നവർക്കും ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും. അതേപോലെ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഇന്ന് ഏറ്റവും ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമായിരിക്കും. വിശേഷ ദിവസമായിരിക്കും. അല്ലെങ്കിൽ വളരെ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും മംഗളകാര്യങ്ങൾ ചെയ്യാനും തുടങ്ങാനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതുമായിട്ട് ഉള്ള ഒരു ദിവസമായിരിക്കും. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില മാനസിക സംഘർഷങ്ങൾക്ക് ഇടയുണ്ട്. യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്നവർക്കും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാനായി സാധ്യതയുണ്ട്. IT ഫീൽഡിലുള്ളവർക്ക് വളരെ സമാധാനമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിനോദ സഞ്ചാരത്തിനോ മാനസികോല്ലാസം തരുന്ന യാത്രകൾക്കോ അല്ലെങ്കിൽ കലാ ആസ്വാദനത്തിനോ ഒക്കെ പറ്റിയൊരു ദിവസമായിരിക്കും. ചിലവ് കൂടിയ സായാഹ്നമാണ് ഇന്ന് പർച്ചേസുകളൊക്കെ നടത്തുന്ന ആളുകൾക്ക് ചില അനാപത്ത് ചിലവുകൾ, ആവശ്യമില്ലാത്ത ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. എന്തെടുക്കുമ്പോഴും 2 പ്രാവശ്യം ചിന്തിക്കുക. ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം വൈകുന്നേരത്തോടു കൂടി ചില മാനസിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ വീട്ടമ്മമാർക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പ്രതീക്ഷയുള്ള ഒരു ദിവസമായിരിക്കും. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്ക്, അവരുടെ വിദേശ പഠനങ്ങൾക്ക് ഒക്കെ എല്ലാത്തിനും ഒരു കൂട്ടായ്മയോടെ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമായിരിക്കും.
വിവാഹാധികാരികൾക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ഏറ്റവും അധികം സന്തോഷം അനുഭവിക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കും. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല ദിവസമാണ്. അതേപോലെ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് ഒരുപാട് പ്രതീക്ഷ കൈവരുന്ന ഓർഡറുകൾ ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. അവധിയിലാണെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇന്ന് നല്ല ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ബന്ധുമിത്രാദികളെ കണ്ട് സന്തോഷം പങ്കുവയ്ക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കാനായി സാധ്യത കാണുന്നു. വൈദ്യസഹായം ഉചിതമായ സമയത്ത് തേടേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങം രാശിക്കാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു ദിവസമാണ്. എന്നാൽ ചിലവ് വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് വിനോദയാത്രയ്ക്കോ ഉല്ലാസയാത്രയ്ക്കോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങളെ കണ്ടുമുട്ടാനും അവരുമായി സന്തോഷം പങ്കുവയ്ക്കാനുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പുറത്ത് പഠിക്കുന്ന കുട്ടികളോ ഒക്കെ വീട്ടിൽ വന്നു ചേരാനും അവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനുമൊക്കെ സാധ്യത കാണുന്നു. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. കലാകാരന്മാർക്കും വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക് ചില കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചന ലഭിക്കുന്ന ദിവസമാണ്. വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു കൂട്ടായ്മയോടുകൂടിയുള്ളൊരു തീരുമാനം ലഭിക്കുന്ന ദിവസമാണ്. മറ്റെല്ലാ വിഭാഗക്കാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഗുണാധിക്യമാണ് കാണുന്നത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. എന്നാൽ ധനച്ചിലവ്, ധനനഷ്ടം ഒക്കെ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില സാധനങ്ങൾ, വസ്തുക്കൾ, വിലപിടിച്ച വസ്തുക്കളൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ നഷ്ടപ്പെടാനും യോഗമുണ്ട്. ഇതിലേത് വേണമെങ്കിൽ വരാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. മോഷ്ടിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. ജീവിതത്തിൽ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന വിവാഹാധികാരികൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. അതേപോലെ വിവാഹാധികാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിന് തീരുമാനമെടുക്കൽ, വിവാഹം നിശ്ചയിക്കൽ, അങ്ങനെയുള്ള പെണ്ണ് കാണൽ, ഇതാണ് ഈ വിവാഹാധികാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല തീരുമാനം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, ഇൻ്റലക്ച്വൽസിന് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്ക്, റിസർച്ച് വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. പുസ്തക പ്രകാശനം ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം നല്ല രീതിയിൽ പര്യവസാനിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്ക് ഇന്ന് വളരെ അനായാസേന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ ആശയങ്ങൾ തെളിഞ്ഞു വരികയും ബന്ധുമിത്രാദികൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി സംഗമിക്കുവാനും അവർക്ക് അനുകൂലമായ ഉപദേശങ്ങൾ കൊടുക്കുവാനും ബഹുമാനം ലഭിക്കുന്നതുമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാധികാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. കച്ചവടക്കാർക്ക് നഷ്ടം വരുന്ന ഒരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാം.
സന്താനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അവർക്ക് വിദേശയാത്ര, ഉപരിപഠനം തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. മറ്റ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടുകൂടി അതിന് പരിഹാരം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെ സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ്. എന്നാൽ ഗൃഹത്തിൽ ചില കലഹങ്ങൾക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കോ ഒക്കെ സാധ്യത കാണുന്നു. ആത്മസംയമനത്തോടുകൂടി മുൻപോട്ട് പോകുക. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർ വൈദ്യസഹായം തേടേണ്ട ദിവസമാണ്. നീട്ടിവയ്ക്കാതെ അതിനൊരു പരിഹാരം കാണണം. ദന്ത ചികിത്സയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അതേപോലെ അസ്ഥിവേദന, കാലുവേദന, മുട്ടുവേദന ഇതൊക്കെ വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ അത് പരിശോധിക്കുകയും അതിന് വേണ്ട മരുന്ന് മാറ്റങ്ങളൊക്കെ വരുത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാർക്ക് പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ ആവശ്യമാണ്. അത് ഏതെല്ലാമെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാർ തീർച്ചയായിട്ടും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ മറ്റേതെങ്കിലും വിഭാഗത്തിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഇന്ന് വളരെ ശക്തമായ പ്രാർത്ഥന അനുകൂലമായി കാണുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായി കാണുന്നു. ആശ്വാസകരമായ ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളെ കാണാനും സാധ്യതയുണ്ട്. ചില മനക്ലേശങ്ങൾ ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. എങ്കിലും വൈകുന്നേരത്തോടുകൂടി അതിന് പരിഹാരം കാണുന്നതാണ്. തുടർച്ചയായി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നവർ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ ഇതൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്താര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. അപ്രതീക്ഷിതമായ ചില ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ കിട്ടാതെ ഇരുന്ന ധനം അല്ലെങ്കിൽ കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് സാമ്പത്തികമായി സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതേപോലെ വളരെ അനുകൂലമായ അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾക്ക് സാധ്യത കാണുന്നു. അതേപോലെ പ്രമോഷനുകൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നു. നല്ല സുഹൃത്തുക്കൾ മൂലം നല്ല വാർത്തകൾ കേൾക്കാനായിട്ട് സാധ്യത കാണുന്നു. ശുഭയാത്രയ്ക്കുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ദിവസം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതിമുക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. വൈകുന്നേരത്തോടുകൂടി ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് അതനുസരിച്ച് രാവിലെ മുതൽ ആഹാരത്തെ ക്രമീകരിക്കുക. അതിന് വേണ്ടതായ എല്ലാ മുൻവിധികളും എടുക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ
ചില ഇടപാടുകൾ നടത്തുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ശുഭകാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ശുഭകാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടാനും നമ്മൾ കുടുംബക്ഷേത്രത്തിന് നേതൃത്വം വഹിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. എപ്പോഴും കുടുംബക്ഷേത്രത്തിന് നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റയ്ക്ക് ഒരു കുടുംബക്ഷേത്രവും ഏറ്റെടുത്ത് പുനരുദ്ധാരണം ചെയ്യാൻ പാടില്ല. കൂട്ടായ്മയോടുകൂടി വേണം അത് നിവർത്തിക്കാൻ. ഒറ്റയ്ക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം പരിണതഫലം അത്ര നന്നായിരിക്കുകയില്ല. സന്താനങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനപ്രയാസം ഉണ്ടാക്കാമെങ്കിലും ചിലർക്ക് സന്താനങ്ങളെക്കുറിച്ച് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാർക്കാണ് അത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂർട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂട്ടർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം സമാധാനപരമായി പര്യവസാനിച്ച് ഗൃഹനിർമ്മാണത്തിനുള്ള തുടക്കം കുറിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമാണ്. കുടുംബത്തിൽ അല്പം കലഹമോ പരസ്പര ധാരണക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. IT ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് ഇന്ന് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും പുതിയ ഓഫറുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അടിസ്ഥാനം. യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ പകുതി മാനസിക സംഘർഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. മാനസിക സംഘർഷങ്ങളാണ് എല്ലാ അസുഖങ്ങളും വരുത്തുന്നത്. അതുകൊണ്ട് മാനസിക സംഘർഷം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നടക്കുകയോ കായികമായി അധ്വാനിക്കുകയോ അല്ലെങ്കിൽ മാനസികമായി പിരിമുറുക്കം മാറാനായി യോഗ, മെഡിറ്റേഷനൊക്കെ നിത്യം പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയെന്നുള്ള പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് വാരഫലം ഒന്ന് ഓടിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ വാരഫലമെന്ന് നോക്കാം. മേടരാശിക്കാർക്ക് ഈ വാരം വളരെ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു വാരമായിരിക്കും. ചില ദിവസങ്ങൾ അത്ര അനുകൂലമല്ല എങ്കിലും മിക്കവാറും ദിവസങ്ങളെല്ലാം വളരെ അനുകൂലമായി കാണുന്നു. യാത്രയ്ക്ക് സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്കാണ് സാധ്യത ഉള്ളത്. ആ യാത്രയിലൂടെ ഫലം സിദ്ധിക്കുന്നതാണ്. ധനം സമ്പാദിക്കാനൊക്കെ സാധ്യത കാണുന്നു. ശാരീരികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊഴിച്ചാൽ ഈ വാരം മേടക്കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാലം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ വാരം ഇവർക്ക് വളരെ ഗുണപ്രദമായൊരു വാരമായി കാണുന്നു. എന്നാൽ വാരാന്ത്യത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. യാത്രാ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ നഷ്ടം അനിവാര്യമായി കാണുന്നു. അതേപോലെ വിവാഹാദി കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു തീരുമാനത്തിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി കാണുന്നു. ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുമായി കലഹിക്കാനൊക്കെ സാധ്യത കാണുന്നു. അതൊഴിച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ അനുകൂലമായ കാര്യങ്ങളാണ്. എന്തായാലും വാരാന്ത്യത്തോടു കൂടി എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യത ഉണ്ട്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ വാരഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം മുക്കാല്. ഈ കൂറുകാർക്ക് ഈ വാരം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ഫലപ്രദമായ യാത്രയായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലരുമായി ചില കലഹങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും ബന്ധുമിത്രാദികളിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യവും അതേപോലെ അവർക്ക് ഗൃഹനിർമ്മാണവും അഭിവൃദ്ധിയുമൊക്കെ കണ്ടിട്ട്, സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയുമൊക്കെ കണ്ടിട്ട് സന്തോഷിക്കാനും അതിൽ പങ്കുചേരാനുമൊക്കെ സാധ്യത കാണുന്നു. മാതാവിനെക്കുറിച്ച് ചില ആശങ്കകൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അത്
വാരാന്ത്യത്തോടുകൂടി പരിഹരിക്കപ്പെടുന്നതാണ്. പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നു. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കൂടുതലായും കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. പരീക്ഷയും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് സാധ്യതയുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരവരുടെ ആചാരപ്രകാരം ഈശ്വര പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ല ഒരു ഫലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായി കാണുന്നില്ല. ഇനി അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ഒരു വാരമായിരിക്കും. എന്നാൽ കടം വാങ്ങലോ കടം കൊടുക്കലോ ചെയ്യാൻ പറ്റിയ ഒരു വാരമായിരിക്കുകയില്ല ഇത്. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും ചില കൂട്ടുകെട്ടുകൾ വലിയ വിപത്തുകൾ ഉണ്ടാക്കാനുമൊക്കെ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാതെ ഇരിക്കുക. സ്ത്രീയും പുരുഷനും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചില അപകടങ്ങൾ വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥന എല്ലാത്തിനും അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അതേപോലെ യൂണിഫോം ഇട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ആഴ്ച ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില കൂട്ടർക്ക് ചില വിമർശനങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു വാരമായിരിക്കും. അധ്യാപകർക്കും താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായൊരു വാരമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണദോഷ സമ്മിശ്രമായ വാരമാണെങ്കിലും വാരത്തിൻ്റെ ആദ്യം കുറച്ച് വളരെയധികം പ്രതീക്ഷകളുണ്ടാവുകയും അനുകൂലമായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില നേട്ടങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ള ഒരു വാരമായിരിക്കും ഇത്. ദീർഘായുസ്സുള്ള വ്യക്തികൾക്ക് ചില അസുഖങ്ങൾ, ദീർഘായുസ് എന്ന് പറഞ്ഞാൽ 80 മേലെ പ്രായമുള്ള ആളുകൾക്ക് ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചികിത്സാ സൗകര്യം തേടേണ്ടതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഈ വാരം വളരെ അനുകൂലമായൊരു വാരമായി കാണുന്നു. ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് തങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശനം ലഭിക്കാനായി ഗൃഹത്തിൽ നിന്ന് അനുമതി ലഭിക്കുന്ന ദിവസമായിരിക്കും. ചില പ്രത്യേക കാര്യങ്ങൾ, ചില സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ നടത്തുവാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി അത് ചെയ്യേണ്ടതാണ്. അതേപോലെ ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ശുഭയാത്രകളിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ്. സന്താനങ്ങൾക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖമുക്കാല്. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. എന്നാൽ വാരാന്ത്യത്തിൽ ചില നഷ്ടങ്ങൾ, കഷ്ടതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വലിയ ബിസിനസ് നടത്തുന്നവർക്ക്, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടത്തുന്നവർക്ക് തങ്ങളുടെ വസ്തുക്കൾ കെട്ടിക്കിടക്കുകയോ നാശപ്പെടുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. മുൻകരുതലുകൾ എടുക്കുക. ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കും അതുപോലെ ദൂരയാത്ര ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ളൊരു വാരമാണ് ഇത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുക. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ഈ വാരം നോക്കാം. ഈ ആഴ്ച അവർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ചയാണ്. എങ്കിൽ പോലും
ഗുണാധിക്യമാണ് കാണുന്നത്. വാരത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം, സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ചില ബന്ധുമിത്രാദികളുടെ സഹായത്തോടുകൂടി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് സാധ്യതയുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യേണ്ടതായും ഗൃഹാതുരത്വം അനുഭവപ്പെടുന്നതുമായി കാണുന്നു. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല, എല്ലാം നല്ലതിന് എന്ന് വിചാരിച്ച് സന്തോഷിക്കുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അധ്യാപകർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ എല്ലാവർക്കും സാധ്യത കാണുന്നുണ്ട്. അതേപോലെ അധികാരമുള്ള ജോലികളിലിരിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിരിക്കും ഇത്. അവരവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ശരീരത്തിൽ ചില ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഒരാവശ്യമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു വാരമായിരിക്കും. ചിലവ് അധികരിക്കുന്ന ഒരു വാരമാണ് ഇത്. അപ്രതീക്ഷിതമായ ചില ധനാഗമനം ഉണ്ടാകുമെങ്കിലും അതിനനുസരിച്ചുള്ള ചിലവും പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിരിക്കും. സന്താനങ്ങളുമായി കൂടിക്കാഴ്ച ഉണ്ടാകാനും അവരുമായി സന്തോഷം പങ്കിടാനും ഒക്കെ സാധ്യതയുള്ള ഒരു വാരമായിരിക്കും. അതേപോലെ ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ചില ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും അത്ര അനുകൂലമായ സമയമല്ല. സ്പൗസിന്, അതായത് പങ്കാളിക്ക്, ജീവിത പങ്കാളിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ശാരീരിക ക്ലേശങ്ങൾ മൂലം കഷ്ടപ്പെടാനുമൊക്കെ സാധ്യതയുണ്ട്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വാരമായിരിക്കും ഇത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമായിരിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും ശാരീരികമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. അനുകൂലമായ മാറ്റങ്ങളാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഒരു വാരമായിരിക്കും ഇത്. അതേപോലെ രാഷ്ട്രീയ രംഗത്തും സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു വാരമായിരിക്കുകയില്ല. എന്നാൽ വാരാന്ത്യത്തിൽ ചില അനുകൂലമായ മാറ്റങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ പര്യവസാനിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ വാരം അവർക്ക് വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ വാരാന്ത്യത്തിൽ ചില നിരാശാജനകമായ സംഭവവികാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കാണുന്നു. അതേപോലെ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ധനനിക്ഷേപങ്ങൾ, ഷെയർ മാർക്കറ്റുകൾ, ഇതിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഭാഗികമായി ലാഭം ലഭിക്കുന്ന ഒരു ദിവസമായി, ഒരു ആഴ്ചയായിരിക്കും ഇത്. അതേപോലെ വിവാഹാധികാര്യങ്ങൾ നടത്താനായി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ആഴ്ചയായിരിക്കും ഇത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല്, ഉത്തരട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് താരതമ്യേന വളരെ അനുകൂലമായൊരു വാരമായിരിക്കും ഇത്. സാമ്പത്തികമായ ചില കാര്യങ്ങൾ ആലോചിച്ച് കുറച്ച് മാനസിക സംഘർഷങ്ങൾ വരാനിടയുണ്ടെങ്കിലും വാരാന്ത്യത്തോടുകൂടി എല്ലാത്തിനും പരിഹാരം കാണുന്നതാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായി, പ്രത്യേകിച്ച് ടെക്നിക്കലായി ജോലി ചെയ്യുന്നവർക്ക്, IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദം മൂലം ചില ബ്ലഡ് പ്രഷർ വേരിയേഷനോ ശാരീരിക അസ്വസ്ഥതകളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. വാരാന്ത്യം വളരെ അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒന്ന് പരിശോധിക്കാം. ആരോഗ്യസ്ഥിതിയിൽ ചില മാറ്റങ്ങൾ കാണുകയും അനുകൂലമായ ചികിത്സാവിധികൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും ഈ ഫലം അനുഭവിക്കാവുന്നതാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ ദിവസവും ഈ വാരവും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും ഈശ്വരൻ സംരക്ഷിക്കട്ടെ. നമസ്കാരം.